നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ കാസർഗോഡ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. 91 പരാതികൾ പരിശോധിച്ചു. അന്ധതയെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു കൂട്ടം കലാകാരന്മാർ ഹൊസങ്കടിയിൽ സംഗീത പെരുമഴ തീർത്തു. സംഗീത ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ കലാകാരന്മാരുടേത് പ്രൊഫഷണൽ ടീമുകളെ വെല്ലുന്ന പ്രകടനം. പുത്തികെ സാറടിയിൽ നടപ്പാലം അപകടാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പൂഴി തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. STU ദേശീയ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് വോർക്കാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രക്ഷോഭ പരിപാടികൾ നടത്തിയതെന്ന UDF നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ നാട്ടുകാർ. UDF നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു നടത്തിയ പ്രസ്താവനകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാട്ടുകാർ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിലൊന്ന് കേരളത്തിൽ. കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക്കിന്റേതാണ് വാഗ്ദാനം. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മുഴുവൻ റിസോഴ്സ് അധ്യാപകരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന അദാലത്തിൽ 91 പരാതികൾ പരിശോധിച്ചു. കളക്ടർ താലൂക്ക് തലത്തിൽ നടത്തുന്ന പരാതി പരിഹാര അദാലത്തുകളിൽ ആദ്യത്തേതായിരുന്നു ഇത്. കാസർഗോഡ് താലൂക്ക് പരിധിയിൽ നിന്ന് ജനുവരി 31 വരെ ലഭിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഓൺലൈനായി 91 പരാതികളായിരുന്നു ലഭിച്ചത്. 14 പേർ അദാലത്തിനെത്തി. പുതുതായി 13 അപേക്ഷകൾ സ്വീകരിച്ചു. ഒരു പരാതി ഒത്തുതീർപ്പാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായം, പട്ടയം, റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്, റീസർവേ എന്നിവ സംബന്ധമായ അപേക്ഷകൾ പരിഗണിച്ചിരുന്നില്ല. അദാലത്തിൽ ADM N. ദേവിദാസ്, ഡെപ്യൂട്ടി കളക്ടർമാർ, RDO, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സംഗീതാസ്വാദകരുടെ മനസ്സ് കീഴടക്കി അന്ധതയെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു കൂട്ടം കലാകാരന്മാർ സംഗീത പെരുമഴ തീർത്തു. മഞ്ചേശ്വരം ഹൊസങ്കടിയിലായിരുന്നു പ്രൊഫഷണൽ ടീമുകളെ വെല്ലുന്ന പ്രകടനം അരങ്ങേറിയത്. കർണാടകയിൽ നിന്നുള്ള കാഴ്ചയില്ലാത്ത 15 പേരടങ്ങുന്ന സംഘമാണ് കലാസ്വാദകർക്ക് പുതിയ ദൃശ്യ ശ്രാവ്യ വിരുന്നൊരുക്കി കയ്യടി നേടിയത്. ഹൊസങ്കടിയിലായിരുന്നു പരിപാടി. പ്രൊഫഷണൽ ടീമുകളെ കവച്ചുവെക്കുന്നതായിരുന്നു ഇവരുടെ പ്രകടനം. കുടുംബം നോക്കുവാൻ ആളുകളുടെ മുന്നിൽ കൈനീട്ടുവാൻ മടിയായതുകൊണ്ടാണ് ഇവർ അധ്വാനത്തിന്റെ മാർഗം സ്വീകരിച്ചത്. മിക്ക സംഗീതോപകരണങ്ങളും ഇവരുടെ അടുത്തുണ്ട്. 15 വർഷത്തോളമായി പല മതക്കാരുടെയും ആഘോഷവേളകളിൽ പരിപാടി അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഹൊസങ്കടിയിൽ 100 കണക്കിന് ആളുകൾ ഇവരെ സഹായിക്കുവാനെത്തി. N. യോഗീഷ് പ്രസിഡന്റും കൃഷ്ണ വൈസ് പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് ഇവരെ നയിക്കുന്നത്. പുത്തികെ സാറടിയിൽ നടപ്പാലം അപകടാവസ്ഥയിൽ. 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാലം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പുത്തികെ പഞ്ചായത്തിലെ സാറടിയിൽ 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന നടപ്പാലമാണ് അപകടാവസ്ഥയിലുള്ളത്. 35 വർഷത്തോളം പഴക്കമുള്ള പാലം അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. അസുഖം ബാധിച്ചവരെ ആശുപത്രിയിലടക്കം എത്തിക്കുവാൻ വഴിയില്ലാതെ രോഗികൾ മരണമടഞ്ഞ സംഭവം വരെ പ്രദേശത്തുണ്ടായി. ഇത്രയും ഗൗരവമായ വിഷയമായിരുന്നിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് തീർത്തും പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ പോലും സാധിക്കാത്തവർ ആർക്കു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്നും നാട്ടുകാർ ചോദിച്ചു. ഇപ്പോൾ പാലില്ലാതെ ഞങ്ങൾക്ക് വൃദ്ധമറിയില്ല, പൈസമാർ കുറേ ഏറുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്ററായി പെർല റോഡ് കിട്ടും നടത്തിട്ട് 1 കിലോമീറ്റർ വേണ്ടിയത്, ഇല്ലെങ്കിൽ 4 കിലോമീറ്റർ ചുറ്റിട്ട് വരണം.
പെർല ഹരിജന കോളനി ഇതെല്ലാ സ്ഥലമുണ്ട്. ഒരു 100-150 വീടുകളെല്ലാം ഉണ്ട് ഇവിടെ മൊത്തം. അങ്ങനെ അകത്തായിട്ട് ഞങ്ങൾക്ക് വയസ്സന്മാർക്ക് പോകുന്നത് വലിയ കഷ്ടമാണ്. ഇവിടെ കുറേ പറഞ്ഞിട്ട് എന്ത് ഒരു പാലത്തിൻ്റെ ആവശ്യം അകത്യ ഞങ്ങൾക്ക് ഉള്ളത്. പാലം ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് KCN. പൂഴി തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. STU ദേശീയ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായ മണൽ കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും എവിടെ വെച്ചും മണൽ കള്ളക്കടത്ത് നടത്താമെന്നുള്ള ഒരവസ്ഥയിലേക്ക് ജില്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയാണ് ചില അനധികൃത കടവുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ 1000 ദിവസം പൂർത്തീകരിക്കുന്ന LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പൂഴി തൊഴിലാളി രംഗത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അംഗീകൃത കടവുകളിൽ നിന്നും മണൽ വാരാൻ അനുമതി നൽകുക, മണൽ തൊഴിലാളികളെ സംരക്ഷിക്കുക, മണൽ കള്ളക്കടത്ത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ KP മുഹമ്മദ് അഷ്റഫ്, ജില്ലാ സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, അഷ്റഫ് എടനീർ, അബ്ദുൽ റഹിമാൻ ബന്ദിയോട്, മാഹിൻ മുണ്ടങ്കൈ, NA അബ്ദുൽ ഖാദർ, മുത്തലിപ്പാറക്കട്ട, ലത്തീഫ് മാസ്റ്റർ, സക്കീർ ചളിയങ്കോട്, മൊയ്തീൻ കുഞ്ഞി ചേരൂർ, മൊയ്തീൻ കൊല്ലമ്പാടി, BP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് വോർക്കാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രക്ഷോഭ പരിപാടികൾ നടത്തിയതെന്ന UDF നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. UDF നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു നടത്തിയ പ്രസ്താവനകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാട്ടുകാർ കുമ്പള പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോൾട്ടേജ് കുറവായതുകൊണ്ട് പ്രദേശത്ത് വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ഇതിനാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. കൃഷികൾ വെള്ളം നനയിക്കാതെ കരിഞ്ഞുണങ്ങുകയാണ്. വോൾട്ടേജ് ഇല്ലാതെ ഉപകരണങ്ങൾ കത്തി നശിക്കുന്നതും പതിവാണ്. വോൾട്ടേജ് ക്ഷാമം കൊണ്ട് പരീക്ഷാ നാളുകളിൽ പോലും കുട്ടികൾക്ക് പഠിക്കുവാനും സാധിക്കുന്നില്ല. കൽമിഞ്ച, ബഡ്ഡടുക്ക പ്രദേശങ്ങളിൽ പഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1 മാസത്തോളമായി. ഓരോ വീടുകളിൽ നിന്നും 4000 രൂപ ഗുണഭോക്തൃ വിഹിതം ഈടാക്കി പണി കഴിപ്പിച്ച കുഴൽക്കിണർ കൊണ്ട് നാളിതുവരെ ഒരു പ്രയോജനവും നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. കേവലം 6 മാസം കൊണ്ട് കർണാടക ഹൈക്ലാസ് പാതയെയും മലയോര ഹൈവേയും ബന്ധിപ്പിക്കുന്ന തകർന്നു തരിപ്പണമായ 700 മീറ്ററോളം വരുന്ന റോഡ് നന്നാക്കുമെന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ UDF വാഗ്ദാനമായിരുന്നു. ഇന്നും റോഡ് അതേപടി നിലകൊള്ളുകയാണ്. വാർഡ് മെമ്പർ മുതൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് വരെ പരാതികൾ നൽകി പ്രതികരണമില്ലാത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭത്തിനിറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനെതിരെ UDF നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും വാർത്താ സമ്മേളനവും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നാം തന്നെ പ്രതിനിധിക്കുന്ന UDFിന്റെ നേതാക്കളോട് പലതവണ നാം ആവശ്യപ്പെട്ടപ്പോഴും അവർ നമ്മളെ നാട്ടിനെ ഒരു വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു വികസനം ഞങ്ങളുടെ നാട്ടിലേക്ക് നടപ്പിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അബ്ദുൽ ലത്തീഫ്, അബൂബക്കർ സിദ്ദിഖ് പടുപ്പ്, നൌഷാദ് മദക്ക, അബ്ദുൽ ലത്തീഫ് മദക്ക, മജീദ് പൂതാൽ, KH ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിൽ ഒന്ന് കേരളത്തിൽ. കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക്കിന്റേതാണ് ഈ വാഗ്ദാനം. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ നിർദ്ദിഷ്ട കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ അനുവദിച്ച കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക് തറക്കല്ലിട്ടു. നാട്ടുകാരടക്കമുള്ള പ്രൗഢോജ്വലമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ശിലാസ്ഥാപന ചടങ്ങ് നടന്നത്. കേന്ദ്രമന്ത്രിക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും ഗംഭീര സ്വീകരണവും നൽകി. ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം നടന്ന ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അധ്യക്ഷയായി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിലൊന്ന് കേരളത്തിൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് പറഞ്ഞു.
which will be an effective paradigm for the preventive, promotive, as well as a curative needs for our masses and a boon to the society. The declaration of International Day of Yoga by the other and offers of our Honorable Prime Minister has enhanced the responsibility of the professionals of this field. I would urge that all the professionals of yoga and naturopathy to be more proactive, responsible and committed to the public health needs of the country. ഗവേഷണ കേന്ദ്രത്തിൽ PG കോഴ്സുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ശ്രീപത് നായിക് സൂചിപ്പിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പി കരുണാകരൻ MP എന്നിവർ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായി. MLA-മാരായ കെ കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, ADM ദേവിദാസ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ, DMO സലജികുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പദാൽ, ഡോക്ടർ ഷിംജി P നായർ, M കുമാരൻ, TK രവി, അഡ്വക്കേറ്റ് KK നാരായണൻ, MC ഖമറുദ്ദീൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ, അഡ്വക്കേറ്റ് CP ദാമോദരൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, അസീസ് കടപ്പുറം, ഹരീഷ് B നമ്പ്യാർ, PK രമേശൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല സ്വാഗതവും ഡോക്ടർ ഈശ്വരൻ N ആചാര്യ നന്ദിയും പറഞ്ഞു. വടക്കൻ കേരളത്തിന്റെ തന്നെ ആരോഗ്യരംഗത്തെ ഒരു മഹത് സംരംഭമായ കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ യോഗാചാര്യ MK രാമൻ മാസ്റ്ററുടെ അഭാവം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. സംസ്ഥാനത്ത് തന്നെ ആദ്യ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രം സ്ഥാപിച്ച ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു ക്ഷണക്കത്ത് പോലും അയച്ചില്ല. കഴിഞ്ഞ 60 വർഷമായി യോഗ പ്രകൃതി ചികിത്സാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന യോഗാചാര്യ MK രാമൻ മാസ്റ്ററെ കേന്ദ്ര യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ ക്ഷണിക്കാത്ത സംഘാടകരുടെ നടപടിയെ കാവിൽ ഭവൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ചാരിറ്റബിൾ ട്രസ്റ്റ് അപലപിച്ചു. SC ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഇന്ദിരാനഗറിൽ ഈ മാസം 15 മുതൽ മെയ് 5 വരെ ഇന്റർനാഷണൽ എക്സ്പോ സംഘടിപ്പിക്കും. എക്സ്പോയോടനുബന്ധിച്ച് വേദിയിൽ കലാകാരന്മാർക്കായി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിക്കും. മാപ്പിളപ്പാട്ട്, ചലച്ചിത്രഗാനം, ഒപ്പന, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, ഭരതനാട്യം എന്നിവയിലാണ് കലാകാരന്മാർക്കായി മത്സരമൊരുക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സരത്തിൽ വിജയികളായവരെ കാസർഗോഡ് ജില്ലാ തിലകമായി അംഗീകരിക്കും. 1ാം സ്ഥാനം നേടുന്നവർക്ക് 10,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 2,000 രൂപയും കൂടാതെ വിജയികൾക്ക് പ്രശസ്തി പത്രവും നൽകും. വിജയിച്ചവർ കാസർഗോഡ് ജില്ലാ ടൂറിസം കൗൺസിലിന്റെ ജില്ലയിലുള്ള ടൂറിസ്റ്റ് പ്രൊമോഷനിലേക്ക് ക്ഷണിതാവായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. SC ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി തൊട്ട് മെയ് 5-ാം തീയതി വരെ കാസർഗോഡ് ഇന്ദിരാനഗർ ചെർക്കളത്ത് ഇൻ്റർനാഷണൽ എക്സ്പോ എന്ന നാമത്തിൽ ആരംഭിക്കുകയാണ്. അതോടനുബന്ധിച്ചിട്ട് കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ട്, ചലച്ചിത്രഗാനം, ഒപ്പന, കുച്ചുപ്പൊടി, ഭരതനാട്യം എന്നീ കലാപരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് കാസർഗോഡ് ജില്ലാ കലാതിലകം എന്ന നാമത്തിൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് 10,000 രൂപയും പ്രശസ്തി പത്രവും ലഭിക്കുന്നതായിരിക്കും. BM സുഹൈൽ, KS അബ്ദുൽ മജീദ്, PP അബ്ദുൽ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. RSPയുടെ നേതൃത്വത്തിൽ ബേബി ജോണിനെ അനുസ്മരിച്ചു. ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിലായിരുന്നു അനുസ്മരണ യോഗം. RSP കേന്ദ്ര കമ്മിറ്റി അംഗം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണം പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസംവിധാനത്തിനെതിരെയുള്ള പോരാട്ടം സീനത്ത് സതീശൻ, ബെന്നി നാഗമുറ്റം, N വിജയൻ, രാമചന്ദ്രൻ നായർ, ഉബൈദുള്ള കടവത്ത് എന്നിവർ സംസാരിച്ചു. പാർട്ടിയിൽ പുതുതായി എത്തിയവർക്ക് സ്വീകരണം നൽകി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കരീം ചന്ദേര സ്വാഗതവും TK കുഞ്ഞഹമ്മദ് നന്ദിയും പറഞ്ഞു. ഉദ്യാവാര സയ്യിദ് വലിയുല്ലാഹി മഖാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. 7 വരെയാണ് ആണ്ട് നേർച്ച നടക്കുക. PN അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തി. വേദിയിൽ ജമാഅത്ത് പ്രസിഡന്റ് സൂഫി ഹാജി, പള്ളിക്കുഞ്ഞി ഹാജി, അബ്ദുല്ല പോക്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക യാത്ര കാസർഗോഡ് നിന്നും പര്യടനം തുടങ്ങി. ജാഥയ്ക്ക് രാവണേശ്വരം തണ്ണോട്ടിൽ സ്വീകരണം നൽകി. ലിംഗനീതി ഉറപ്പാക്കുക, മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 2 സാംസ്കാരിക യാത്രകൾ സംഘടിപ്പിക്കുന്നത്.
തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 1 തിരുവനന്തപുരത്തു നിന്നും വടക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 2 കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. ഇരണിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ജാഥയ്ക്ക് രാവണേശ്വരം തണ്ണോട്ടിൽ സ്വീകരണം നൽകി. ഈ 2019 ഏതാനും നാളുകൾക്കുള്ളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നാം നേരിട്ട ഏറ്റവും രൂക്ഷമായ വെല്ലുവിളികളുടെ വർഷങ്ങളാണ് തൊട്ടുമുമ്പേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതത്തിന്റെയും ജാതിയുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും അവരെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കളാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഭരണാധികാരികൾ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. സ്വീകരണ യോഗത്തിൽ പി ദാമോദരൻ അധ്യക്ഷനായി. ഏഴാച്ചേരി രാമചന്ദ്രൻ, സുജാ സൂസൻ ജോർജ്, രവീന്ദ്രൻ കൊടക്കാട്, ഇ പി രാജഗോപാലൻ, ജാനമ്മ കുഞ്ഞുണ്ണി, ബഷീർ ചുങ്കത്തറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫെബ്രുവരി 9 ജാഥകൾ തൃശൂരിൽ സമാപിക്കും. തുമിനാട് അറബ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തുമിനാട് സിറാജുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ക്യാമ്പ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ അറബ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ പേര് ഓർമ്മയിൽ വരുമ്പോൾ ഒരു കബഡി ടീമിന്റെ ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെ സാധാരണയായി വരുന്നത്. കാരണം ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ നിരന്തരമായി കബഡി ടീമിനെ വാർത്തെടുക്കുകയും നാടിന് അഭിമാനമായി ഏറ്റവും മികച്ച രീതിയിൽ കബഡികളിലൊക്കെ ഏറ്റവും നല്ല ജേതാക്കളായി വന്ന ഒരു ടീമാണ് അറബ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് എനിക്കറിയാം. സഹജീവികളോടുള്ള സാമൂഹിക ബാധ്യത നിർവഹണമാണ് രക്തദാനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്നും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും AKM മഷ്റഫ് പറഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് യഹിയ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ഉദ്യാവർ, മുഹമ്മദ് ഹനീഫ്, അബ്ദുൽ റഹ്മാൻ ഹാർഷിദി, ഡോക്ടർമാരായ ജയ്പാൽ ഷെട്ടി, ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ദേർലക്കട്ടെ ഏനപ്പയ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ക്യാമ്പ് നടന്നത്. സിദ്ദിഖ് തങ്ങൾ സ്വാഗതവും റസാഖ് MP നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മുഴുവൻ റിസോഴ്സ് അധ്യാപകരെയും സ്ഥിരപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മുഴുവൻ റിസോഴ്സ് അധ്യാപകരെയും സ്ഥിരപ്പെടുത്തുക, അവധി കാലയളവില്ലാതെ ഏപ്രിൽ 1 മുതൽ തുടർ നിയമനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനം എന്ന് പറയുന്നത് 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ച് തരും എന്നാണ്. ഈ പറയുന്ന വലിയ രീതിയിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് UPA ഗവൺമെന്റിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഇപ്പൊ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ ഇവര് വാഗ്ദാനം നൽകിയ ഏതെങ്കിലും ഒരു വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ടോ പരിശോധിക്കണ്ടേ? A പവിത്രൻ, T പ്രകാശൻ, C രാമകൃഷ്ണൻ, B ഗിരീശൻ, M സുമ, ഷെർലി സിറിയക്, ലേഖ S, രേഷ്മ, M ഉമേശൻ എന്നിവർ സംസാരിച്ചു. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ആൻഡ് യൂണിയൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറി വേണു കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLAയും സംബന്ധിച്ചു. സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. സംസ്ഥാന സെക്രട്ടറി വേണു കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. K സുനിൽകുമാർ അധ്യക്ഷനായി. M രാജഗോപാലൻ MLA, VV പ്രസന്നകുമാരി, അംബിക ടീച്ചർ, K ചന്ദ്രശേഖരൻ, VC മാധവൻ, വെങ്ങാട്ട് ശശി, M അംബിക, മധു മുതിയക്കാൽ എന്നിവർ സംസാരിച്ചു. K കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും P ഷീബ നന്ദിയും പറഞ്ഞു. സമരം തുടങ്ങുന്ന രാത്രി ഒരു ടീച്ചർ വിളിച്ചു പറയാം, മാഷ സമരത്തിന് എനിക്ക് പറ്റില്ല. ഞാൻ ചെന്ത് വീട്ടിൽ ഭയങ്കര പ്രശ്നം, അമ്മക്കെതിരെ സമരം ചെയ്യാന്ന് ചെയ്യാൻ അത് വലിയ പ്രശ്നമാണ്. വീട്ടിൽ എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് എതിരാണ്. ഞാൻ വിചാരിച്ച സമരം പ്രഖ്യാപിച്ചാൽ മാനേജറിന് കീഴടങ്ങും, എനിക്ക് കിട്ടാനും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിൽക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ സമരത്തെ ഒഴിവാക്കിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ കാസർഗോഡ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. 91 പരാതികൾ പരിശോധിച്ചു. അന്ധതയെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു കൂട്ടം കലാകാരന്മാർ ഹൊസങ്കടിയിൽ സംഗീത പെരുമഴ തീർത്തു. സംഗീത ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ കലാകാരന്മാരുടേത് പ്രൊഫഷണൽ ടീമുകളെ വെല്ലുന്ന പ്രകടനം. പുത്തികെ സാറടിയിൽ നടപ്പാലം അപകടാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പൂഴി തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. STU ദേശീയ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് വോർക്കാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രക്ഷോഭ പരിപാടികൾ നടത്തിയതെന്ന UDF നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ നാട്ടുകാർ. UDF നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ചു നടത്തിയ പ്രസ്താവനകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാട്ടുകാർ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിലൊന്ന് കേരളത്തിൽ. കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക്കിന്റേതാണ് വാഗ്ദാനം. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മുഴുവൻ റിസോഴ്സ് അധ്യാപകരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.